ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ 2024 ആദ്യത്തെ പ്രധാനപ്പെട്ട ബഡ്ജറ്റ് സിനിമ കൂടിയായ ജയറാം നായകനെ എത്തിയ അബ്രഹാം ഓസ്ലർ, മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം, അനശ്വര രാജൻ, സിദ്ദിഖ്, ജഗദീഷ്, അർജുന അശോകൻ, അനൂപ് മേനോൻ തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. മമ്മൂക്ക കാമിയോ റോളിലെത്തിയ സിനിമ കൂടിയായിരുന്നല്ലോ അബ്രഹാം ഓസ്ലർ. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ജയറാം എന്ന മലയാളത്തിന്റെ സ്വന്തം നായക നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ റിലീസിന് മുന്നേ ഹൈപ്പ് നേടിയെടുത്ത സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. അതുപോലെ തന്നെ പ്രീസെയിൽ കളക്ഷനിലും ജയറാമിന്റെ കരിയർ റെക്കോർഡ് നേടിയെടുത്ത സിനിമയായിരുന്നു അബ്രഹാം ഓസ്ലർ. ഇപ്പോഴത്തെ അതേ ഓസ്ലർ തന്നെ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന ജയറാമിന്റെ സിനിമയായിട്ട് മാറുന്നുവെന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ജയറാമിന്റെ പല സിനിമകളും ആദ്യ ദിവസം 1 കോടി കളക്ഷൻ പോലും നേടിയെടുക്കാനായിട്ട് പാടുപെടുമ്പോൾ അബ്രഹാം ഓസ്ലർ എന്ന സിനിമ പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം 1 കോടിക്ക് അടുത്ത രൂപയായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെ നേടിയെടുത്തത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,44,00,000 കേരള ട്രാക്കിംഗ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും സിനിമയ്ക്ക് 2.5-3 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ഉറപ്പിക്കാം. 3 കോടി ടച്ച് ചെയ്താൽ അത് എല്ലാ അർത്ഥത്തിലും വേറെ ലെവൽ തിരിച്ചുവരവ്, മാസ് തിരിച്ചുവരവാണ് നോക്കി ജയറാമിന്റെ കാര്യത്തിൽ പറയാവുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും മികച്ച റിലീസോടെ തിയേറ്ററുകളിലേക്ക് എത്തപ്പെട്ട സിനിമ കൂടിയാണ് അബ്രഹാം ഓസ്ലർ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസം 5 കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ നാം എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കൃത്യമായി നാളെ വെള്ളിയാഴ്ച വൈകിട്ടോടെ അറിയാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നിലവിൽ കൃത്യമായ ഒരു ഡാറ്റ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് ലഭ്യമല്ല. പലയിടങ്ങളിലെ പല ഫിഗേഴ്സ് ആയിട്ടും അതോടൊപ്പം തന്നെ 20 കോടിയെല്ലാം തന്നെ ബഡ്ജറ്റ് ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ് പല മേഖലകളിലായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. അത് കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട് കാത്തിരിക്കാം. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ എങ്ങനെ പോയാലും ഒരു 10 കോടിയെല്ലാം തന്നെ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടാകും. ആദ്യ ദിവസം തന്നെ വമ്പൻ തിയേറ്റർ ബുക്കിങ്ങും ഒപ്പം തന്നെ വമ്പൻ കളക്ഷനും നേടിയെടുത്ത അബ്രഹാം ഓസ്ലറിന്റെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കൂ.